A very good morning to all. Welcome back to my YouTube channel. എല്ലാ യൂട്യൂബേഴ്സ് പറയുന്ന പോലെ എൻ്റെ വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. എടി ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നിട്ട് നീ പോത്തു പോലെ കിടന്ന് ഉറങ്ങല്ലേ? എനിക്ക് എടി വേണ്ട, 5 മിനിറ്റ് നേരം വെളുത്ത് കോഴി കൂവി. എനിക്ക് മതി. ഗുഡ് മോർണിംഗ്. ഞാൻ നല്ലൊരു ടീം ലൈഫ് ചെയ്യാൻ പോവുക. രാവിലെ എണ്ണീറ്റു, ബ്രഷ് ചെയ്തു, ഫ്രഷായി. ഇനി നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഞാനിന്ന് വിചാരിച്ചത് അവധിയൊക്കെ ആയിരിക്കും എന്ന്, പക്ഷേ അവധിയില്ല, കോളേജിൽ പോകണം ഗൈസ്. ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഐ തോട്ട് മിക്കവാറും അവധി കിട്ടുമെന്ന്. ചുമ്മാ ആഗ്രഹിച്ചു. സോ അവധിയിൽ ഇന്ന് എന്തായാലും കോളേജിൽ പോയേ പറ്റൂ. പിന്നെ രാവിലത്തേക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതായിട്ട് കഴിച്ചിട്ട് പിന്നെ റെഡി ആവണം. പിന്നെ വാജേൻ്റെ ഉടൻ തന്നെ പിന്നെ ഉച്ചഭക്ഷണം കഴിക്കണം. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ മോർണിംഗ് റൂട്ടീൻ. നല്ല മഴയാണ്. അപ്പോൾ ഐ തോട്ട് ഇന്നൊരു അവധി കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചതാ. മുഞ്ചിപ്പോയിക്ക. അപ്പോൾ അവധിയില്ല. അപ്പോൾ എന്തായാലും പെട്ടെന്ന് കോളേജിലേക്ക് പോകാൻ റെഡി ആയേ പറ്റൂ. അപ്പോൾ സമയം വൈകാതെ തന്നെ പെട്ടെന്ന് നമുക്ക് മുടിയൊക്കെ കെട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഓക്കേ, നമുക്കിനി അല്ലേ ബ്രേക്ക്ഫാസ്റ്റിന് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഞാൻ ഇന്ന് നല്ല ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഒരു ചെറിയ അണിയൻ എടുത്തു. പിന്നെ ഒരു ഹാഫ് പീസ്, വലിയൊരു അണിയൻ്റെ ഹാഫ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതല്ലേ എല്ലാം ചോപ്പ് ചെയ്തെടുക്കണം. ഞാനൊരു കൈൻഡ് ഓഫ് നോർത്ത് ഇന്ത്യൻ ആൾക്കാരുടെ ഉപ്മാവാണ് ഉണ്ടാക്കാറ്. മറ്റേ ഞങ്ങളുടെ സ്റ്റൈല്. അപ്പം ഞാൻ ശരിക്കും അല്ലേ ഗുജറാത്തിലാണ് ജനിച്ച് വളർന്നതും ഒക്കെ. അപ്പം ഞാനല്ലേ എനിക്ക് പക്ഷേ എന്ന് പറഞ്ഞാൽ ഗുജറാത്തി ഫുഡ്സ് അല്ല ഉണ്ടാക്കാറ്. ബട്ട് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുന്ന കാര്യം വരുമ്പം കുറച്ച് ഗുജറാത്തി മാറും. ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് എന്നല്ല, ഈ സൗത്ത് ഇന്ത്യൻ ഉപ്മാവ് അങ്ങനെ ഇരിക്കത്തില്ല, പിച്ചാത്തിട്ടില്ല. രാവിലെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് വലിയ ടൈം ഡിഫറൻസ് ഇല്ല. രാവിലത്തെ ഒരു 9:30 ഫുഡ് കഴിച്ചെങ്കിലും ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുമ്പോഴും അല്ലേ 11:45 12 മണിക്ക് ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കും. ഞങ്ങൾക്ക് ഉച്ചയ്ക്കത്തെ ക്ലാസ് ആയതുകൊണ്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കും. അല്ല, ഉച്ചയ്ക്കത്തെ രാവിലത്തെ ഫുഡിൻ്റെ ടൈമിലുള്ള വലിയ ഡിഫറൻസസ് ഇല്ല. സമയം പൊക്കോണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം, വേറെ കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെയല്ലേ എൻ്റെ ഉപ്മാവ് ഉണ്ടാക്കാൻ പോവുക. നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് കാണാം. ഫോണിൽ ചാർജ് കുറഞ്ഞു. അപ്പോഴത്തേക്ക് ഫോണൊന്ന് ചാർജ് ചെയ്ത് വെക്കട്ടെ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കട്ടിംഗ് ബോർഡ്. ആദ്യമായിട്ട് പ്ലേറ്റ് കമത്തി വെച്ചിട്ട് ഞാനല്ലേ ഈ പച്ചക്കറികളെല്ലാം അരിയുന്നത്, ഈ സാഹസങ്ങളൊക്കെ കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനുള്ള സവോളയും അണിയനും ടൊമാറ്റോവും കൂടി എണ്ണയ്ക്കകത്ത് കിടന്ന് കുക്കായിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ്സ് ഓൾ. കണ്ടല്ലോ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മളുടെ സൂപ്പി ഉപ്മാവ് ഇസ് റെഡി. ഇതൊരു ആദ്യക്കുട്ടൻ കുളിച്ചിട്ട് വന്നിട്ടില്ല. 1 മണിക്കൂറായി നീരാടാൻ തുടങ്ങിയിട്ട്. എനിക്ക് വിശറ് കത്തുന്നു. ഇതൊരു ആദ്യക്കുട്ടൻ വന്നിട്ടില്ല. ഈ സൈഡിലായിട്ട് അടുക്കള എല്ലാം അലങ്കോലമായിരിക്കാം. പിന്നെ ഇതെല്ലാം ഇനി എല്ലാം ഉണ്ടാക്കി വൃത്തിയാക്കിയിടണം. ആദ്യക്കുട്ടൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യക്കുട്ടനെ ചായ ഇട്ട് വെക്കാം. അയ്യോ വിശക്കുന്നു എനിക്ക്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇനി ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ പോവാം. എന്തൊക്കെ ആദ്യക്കുട്ടൻ ഭയങ്കര സങ്കടത്തിലോടെ ഇരിക്കുന്നു. അങ്ങനെ ഹൗ ഇസ് ആദ്യ ഉപ്മ, സൂപ്പി ഉപ്മ. നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ആട്ടോ സൂപ്പി ഉപ്മ. പുറത്ത് മഴയായതുകൊണ്ട് തുണിയൊക്കെ അല്ലേ അകത്തെ ഇപ്പം വിരിച്ചിട്ടേക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട്. തുണിയൊന്നും ഉണങ്ങുന്നില്ല. 3-4 ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയാണ്. അപ്പം നമുക്ക് ഫുഡ് ഉണ്ടാക്കി ഇനി കഴിച്ച് നോക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. ആദ്യക്കുട്ടൻ ഇതുവരെ കഴിച്ച് തീർത്തിട്ടില്ല. ആദ്യക്കുട്ടനാണ് ഭയങ്കര സ്ലോയാണ്. ആകെ കോളേജിൽ പോകുന്ന നേരം മാത്രമാകുമ്പോൾ ഞങ്ങളുടെ ലഞ്ച് മാത്രമേ ഉള്ളൂ ആദ്യക്കുട്ടൻ ഏറ്റവും ആദ്യം കഴിച്ച് തീർക്കുന്നത്. ആദ്യക്കുട്ടനെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും കോളേജിൽ എത്തിയാൽ മതി എന്നുള്ളൊരു വിചാരം മാത്രമുള്ളൊരു കുട്ടിയാണ്. ഞാനാണെങ്കിൽ പതുക്കെ റെഡി ആവത്തുള്ളൂ. ഞാൻ ഭയങ്കര സ്ലോയാണ്. അപ്പോൾ ആ കാര്യത്തിൽ കോളേജിൽ പോകുമ്പോൾ റെഡിയാകാൻ മാത്രം ഭയങ്കര സ്ലോയാണ്. ബാക്കി ഞാൻ അങ്ങനെയല്ല. അപ്പോൾ ആദ്യക്കുട്ടനാണ് പതുക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കഴിച്ച് കഴിഞ്ഞിട്ടില്ല. കിളിക്കുഞ്ഞ് പിന്നെന്താ
നമുക്കിനി വെള്ളം കുടിക്കാം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ്, സാധാരണ അരമണിക്കൂർ എന്ന് പറയുന്നത്, അപ്പോഴത്തേക്ക് ഞാൻ വെള്ളം കുടിക്കാൻ മറന്നു പോകും. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വെള്ളം കുടിക്കണമെന്നാണ്. പക്ഷേ വെള്ളം നല്ല ചൂടാണ്, ചൂടുവെള്ളം കുടിക്കുന്നത്. സോ നല്ല ചൂടുവെള്ളം, വെള്ളം തണക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കല്ലേ കോളേജിൽ പോകാൻ റെഡിയാവാം. പിന്നെ ഉച്ചഭക്ഷണം ഒന്ന് ചൂടാക്കണം. ഇന്നലെ രാത്രി വെച്ചതായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കോളേജ് സാരിയൊക്കെ എടുത്ത് പോവാം. പക്ഷെ മഴ കാണുമ്പോൾ സാരി എടുക്കണം, ഇങ്ങനെയൊന്നും അറിയില്ല. സാരിയെല്ലാം നനഞ്ഞു ഇരിക്കുമായിരിക്കും. കാരണം 3 ദിവസമായിട്ട് മഴ തോരാതെ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുക. സോ സാരിക്ക് ഉണങ്ങിയിട്ടുണ്ടോയെന്ന് അറിയില്ല, നോക്കാം. അങ്ങനെ തന്നെ നിങ്ങളെ കാണിക്കാൻ കോളേജ് കോസ്റ്റ്യൂം. ഓക്കെ, അപ്പം ഞാൻ പെട്ടെന്നെല്ലാം ക്ലിയർ ആക്കിയിട്ട് നമുക്ക് കോളേജിൽ പോകാൻ റെഡിയാവാം. ഓക്കെ ഗൈസ്, നോക്കൂ, ഇവിടെ ഒരാൾ സാരി ചുറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതെപ്പോൾ ഒരേയും കരിയാനാന്ന് എനിക്കറിയില്ല. ഞാൻ ഒരേയും കരി, ഞാൻ സാരി എടുക്കുന്നില്ല. എനിക്കിനി മുടിയും കൂടെ കുത്തിയാൽ മതി. ഇപ്പം തീരും. ഇവിടെ ഒരാൾ ഫേസ് ഒന്നും ആയിട്ടില്ല, ഹെയർ ഒന്നും ആയില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കോളേജിന് സമയം കഴിയും. സാരി എടുത്തോണ്ടിരിക്കുന്നത് നോക്കൂ. അയ്യോ, ചില ആൾക്കാർ സാരി ഉടുക്കാത്തത് കൊണ്ടാ കേട്ടെ, ഞാൻ സാരി എടുത്താ വരുന്നത്. ആയിക്കോട്ടെ. അങ്ങനെ സാരി എടുത്തു കഴിഞ്ഞു. കുഴപ്പമില്ല, തിരക്കേടില്ല, വലിയ തിരക്കില്ല, പെട്ടെന്ന് എടുത്തത്. എലോങ് വിത്ത് ഞങ്ങളുടെ യൂണിഫോം ഇതല്ല, സാരി എല്ലാം നനഞ്ഞിരിക്കും, ഉണങ്ങിയിട്ടില്ല. യൂണിഫോം സാരീസ് അത് വേണം. പിന്നെ ഇന്നല്ലേ ഇതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. പാൻസ് ആണെങ്കിൽ അടിയിൽ ഒരു പന്തില്ലാത്ത പാൻറ്റും ബ്ലൗസും ഒക്കെ ഇട്ടേക്കുന്നത്. പക്ഷെ എല്ലാം നനഞ്ഞിരിക്കാതെ വേണം, സമയമില്ല. ഇനി പെട്ടെന്ന് ഒരുങ്ങി തീർക്കണം. മുടി ഫുള്ളല്ലേ, പെട്ടെന്ന് ഒരുങ്ങി മുടിയെല്ലാം കെട്ടി ഒതുക്കി പോകണം. ഇവിടെ ഒരാൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുടിയെല്ലാം കെട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് മുഖം മിനുക്കലാണ്. ഇവിടെ നോക്കൂ, എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ക്ലാസ്സിൽ ഇപ്പം നല്ല ലേറ്റായി. പെട്ടെന്ന് എങ്ങനെയും മോൻ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഒന്ന് പോകണം. പോകാൻ ഇറങ്ങുമ്പോൾ അവധിയാന്ന് പ്രഖ്യാപിച്ചാലോ? സന്തോഷം. പക്ഷെ പ്രഖ്യാപിക്കത്തില്ല. ഉച്ചയായി. ഞങ്ങൾ യുജിക്ക് പഠിക്കും ഇങ്ങനെ രാവിലത്തെ ടൈമിങ് ആയിരുന്നു ഞങ്ങൾ രാവിലെ എണീറ്റ് ഇങ്ങനെ നോക്കും, അവധിയുണ്ടോ. എന്നിട്ട് ഞങ്ങൾ റെഡി കോളേജിൽ എത്തുമ്പോഴത്തേക്കിന് കളക്ടർ എല്ലാം അവധി പ്രഖ്യാപിക്കും. പക്ഷെ ഇനി പറ്റത്തില്ല, കാരണം ഉച്ചയ്ക്കായി പോയി. അല്ലെങ്കിൽ രാവിലെ പ്രഖ്യാപിച്ചത്. ഇന്നാണെങ്കിൽ രാവിലത്തെ മഴ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ മഴ പെയ്തുമില്ല. ഗൈസ്, ഇന്നലെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പം ചോറ് കുറേ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ വെച്ചു ഇന്നൊന്ന് ചൂടാക്കിയിട്ട് ഉച്ചയ്ക്ക് എടുത്തിട്ട് ലഞ്ച് അതാക്കാമെന്ന് കരുതി. അപ്പോൾ ബിരിയാണി ജസ്റ്റ് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി എനിക്ക് റെഡിയാകുമ്പോൾ അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി അന്ന് റെഡി ആയിട്ട് കാണിക്കും. ബിരിയാണി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ അരിഞ്ഞതിൻ്റെ ബാക്കി കുക്കുംബർ ഉണ്ടായിരുന്നു. കുക്കുംബർ മാത്രം ജസ്റ്റ് അത് അരിഞ്ഞ്, സാലഡ് എന്ന് പറയാൻ പറ്റില്ല, കുക്കുംബർ മാത്രം അരിഞ്ഞെടുക്കാമെന്ന് കരുതി. കുക്കുംബർ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് അങ്ങനെ കുക്കുംബർ റെഡി ആയിട്ടുണ്ട്. ഇവിടെ എന്തായി, വല്ലതും നടക്കുമെന്ന്? കണ്ണെഴുതുക ഗായ്സ്, എൻ്റെ കണ്ണെഴുതിട്ട് വാലിടുക. വേഗാട്ടെ. എന്തിനാ? എത്ര മണിയാണെന്നറിയോ? അങ്ങനെ റെഡി ആയി കഴിഞ്ഞു ഗായ്സ്. ഫേസ്ബുക്കൊക്കെ റെഡി ആയി. കമ്മലിടണം, കൈ വാച്ചിടണം. അങ്ങനെ പപ്പടമുണ്ട്, ബിരിയാണിയുണ്ട്, കുക്കുംബറുണ്ട്, അനുഗ്രഹ പാർവതി ഉണ്ട്. ഫുഡ് കഴിക്കുക. ഞങ്ങൾ നല്ല ലേറ്റായി. പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങണം. 12:30 ആയോ, കഴിഞ്ഞു. എന്തുവാ 12:30 ആവാറേ. സോ വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. കംപ്ലീറ്റ് ചെയ്യണം ഫുഡ് അതിൻ്റെ ഉള്ളിൽ. കഴിച്ച അങ്ങനെ ഞങ്ങൾ റെഡിയായി. നല്ല ലേറ്റായി. 12:45 കഴിഞ്ഞു. പെട്ടെന്ന് എങ്ങനെയെങ്കിലും കോളേജിൽ ഓടിപ്പാനെത്തണം. ബാബാ. ഓക്കെ, ബൈ ഗായ്സ്. ഇനി നമുക്ക് കോളേജിൽ വെച്ച് കാണാം. അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നു. ഞങ്ങളങ്ങനെ കോളേജിൽ പോകാനായിട്ട് ബസ്സിൽ കയറി. ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഇനി കോളേജിലെത്തിയിട്ട് നമുക്ക് കാണാം. ഞങ്ങളങ്ങനെ കോളേജിലെത്തി. ഇതാണ് ഞങ്ങളുടെ കോളേജ്, സെൻറ്റ് ട്രേസാസ്. ഞങ്ങളുടെ കൂട്ടുകാരെ കാണിച്ചോളൂ. ഞങ്ങൾക്ക് വഴിയിൽ ഒരു സാധനത്തിനെ കളഞ്ഞു കിട്ടി. കണ്ടല്ലോ, ഇതാണ് ദേവു. ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാ.
ഓക്കെ ഞങ്ങളെത്തി. ഞങ്ങളുടെ കോളേജ് കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ. ഇനി ഞങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മിസ്സുമാരെന്തോ തിരക്കിലാണ്, എന്തോ മീറ്റിംഗ് എന്തൊക്കെ ആയിട്ട് തിരക്കിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിച്ച് അതെല്ലാം കൂടിയിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് പൊടി തട്ടിയെടുക്കാൻ പോവാം. മിസ്സുമാർ മീറ്റിങ്ങിന് പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രീ അവറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് കണക്കോ എന്തെങ്കിലും പഠിക്കാം, ആ ടൈം എന്തെങ്കിലും യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് കണക്ക് നോക്കുക. പക്ഷേ ആ കണക്ക് വെറും കണക്കാണ്, എനിക്കൊരു കുന്തം മനസ്സിലാവുന്നില്ല. നോക്കിക്കൊണ്ടിരിക്കുക എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ നന്നാവും വിചാരിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര കാറ്റ് കൊണ്ട് ഡോറൊക്കെ അല്ല ആഞ്ഞടിക്കുന്ന ശബ്ദമൊക്കെ കേട്ട് അപ്പോൾ ഞങ്ങളല്ലേ പുറത്ത് പോയി നോക്കുമായിരുന്നു എന്താണ് സംഭവം നോക്കാൻ പോയപ്പോഴത്തേക്കും ഭയങ്കര മഴ, നല്ല പൊളി മഴ പെയ്യുക. അപ്പം ഞങ്ങളല്ലേ മഴ ആസ്വദിച്ച് ഇങ്ങനെ വെളി നോക്കി ഇങ്ങനെ ഇരിക്കുക. മിസ്സ് അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്കാണെങ്കിൽ പ്രാക്ടിക്കൽ അവേഴ്സാണ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം. കളിച്ച് ക്ഷീണിച്ചു ചിരിക്കാം, ഇനി കുളിക്കണം വീട്ടിൽ പോയിട്ട്. ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഇവിടെ ബസ് സ്റ്റോപ്പിലല്ല ബസ്സിന് വെയിറ്റിംഗ് ചെയ്യുക. പക്ഷെ ബസ്സൊന്നും കിട്ടുന്നില്ല. വൈകുന്നേരത്തെ സമയമാകുമ്പോൾ ബസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ ബസ്സിന് കൈയും കാണിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുക. ആരെങ്കിലും ഒന്ന് നിർത്തി തന്നായിരുന്നെങ്കിൽ ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുക. സമയം 6:30 ഇതാ വൈകുന്നേരം ക്ലാസ് ആണെങ്കിൽ തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കിന് നല്ല ലേറ്റാവും. അതുപോലെ കൂടെ മഴയും പെയ്യുന്നു. നാളെയെങ്കിലും ഒന്ന് അവധി കിട്ടിയാൽ മതി. പക്ഷെ കിട്ടത്തില്ല. ഇതാണ് മഴയല്ലേ, ഞങ്ങളായിട്ട് കവത്ത് കളിപ്പിക്കാൻ മഴയുടെ പണി. അതുകൊണ്ട് നാളെ അവധിയും കിട്ടത്തില്ല. ഇടയ്ക്ക് പെയ്യും ഇടയ്ക്ക് നിൽക്കും, ഇടയ്ക്ക് പെയ്യും ഇടയ്ക്ക് നിൽക്കും. സോ നാളെയും അവധി കാണത്തില്ല. സ്ട്രീറ്റ് ലൈറ്റ്സൊക്കെ മിന്നി കത്തുന്നു. അങ്ങനെ വീട്ടിലേക്ക് നടക്കുന്നു. ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി ഡ്രസ്സ് മാറണം. ഡ്രസ്സ് മാറി ഒന്ന് എന്താ പറയുക, ക്ലാസ് ഉണ്ട് 7 മണിക്ക്. എന്തെങ്കിലും കഴിക്കണം, വിശന്നിട്ട് വെറുതെ കുത്തിയിരിക്കുക. ഇന്നൊരു പണിയെടുത്തില്ല അവള്. യൂണിഫോം ഇടാതെ വന്നിട്ട് അവിടെ നിന്ന് വെറുതെ കുത്തിയിരുന്നിട്ട് ഇന്ന് കഴിക്കുക. എനിക്കാണ് വിശന്നിട്ട് വയ്യ. അപ്പം നമുക്ക് പിന്നെ കാണാം. ഓക്കേ, ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി വന്നിട്ട് നമുക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ. ഡ്രസ്സൊക്കെ മാറി ഇനി ഞങ്ങളല്ലേ ഫുഡ് ഉണ്ടാക്കാൻ പോവാം. രാത്രിയിലത്തേക്കിന് ഫുഡ് വിശക്കുന്നു. സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ചപ്പാത്തി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണെങ്കിൽ യൂട്ടൻസിൽസ് ഒക്കെ കഴുകുന്നുണ്ട്. സോ ലെറ്റ്സ് മേക്ക് ഡിന്നർ. ഇനി നമുക്ക് ചപ്പാത്തി ചിക്കൻ കറി ഉണ്ടാക്കാം. ഇന്നലെ ഉണ്ടാക്കിയിട്ടില്ല ചിക്കൻ കറി, ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. എൻ്റെ ഷാൻ ചേട്ടൻ കി ജയ്. ഗൈസ് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു.
ഇവിടെ ഒരാൾ പരത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കറി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ചപ്പാത്തി മാവ് കുഴയ്ക്കുവാണ്. പണിക്കാരി ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞില്ല. ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ മാവ് കുഴയ്ക്കുക. മാവ് കുഴഞ്ഞു കഴിഞ്ഞു. ഇതിനൊന്ന് നല്ല സോഫ്റ്റ് ഡഫാക്കി എടുക്കണം. എന്നിട്ട് നല്ലപോലെ അതിന് മാവിന് മസാജ് ചെയ്ത് കൊടുക്കുക. പൂ പോലത്തെ ചപ്പാത്തി, മറ്റേ പറഞ്ഞു പൂ പോലത്തെ ഇഡ്ഡലി, അതുപോലെ പൂ പോലത്തെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവിന് നല്ലപോലെ ഇതാക്കി കൊടുക്കുക. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചീനച്ചട്ടി എടുത്ത് അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ആദ്യമായിട്ടാണെങ്കിൽ അണിയൻസ് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി അണിയൻസ് എടുത്തിട്ടാണെങ്കിൽ ചൂട് എണ്ണയ്ക്കകത്തിട്ടാൽ നമുക്ക് വഴറ്റിയൊക്കെ എടുക്കാം. ഓക്കെ, ലെറ്റ്സ് ഡു. ഗൈസ് അല്ല, സോ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. അയ്യോ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാം കൂടിയിട്ടൊന്ന് വൃത്തിയാക്കണം. ഓക്കെ, നിങ്ങളെ കാണിക്കാം. സോ ചപ്പാത്തി ഇസ് റെഡി ഹിയർ. കോഴി ഇവിടുന്ന് വെള്ളത്തിനകത്തിരുന്ന് ഡാൻസ് കളിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇവിടെ ചപ്പാത്തി ആണെങ്കിൽ അവിടെ എല്ലാം കൂടിയിട്ട് ആയിക്കൊണ്ടിരിക്കുക. കുക്കിംഗ് ഓൾമോസ്റ്റ് ഡണ്. കിച്ചണില്ലേ ഇപ്പോൾ ഒരുവിധം ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുക. ചിക്കൻ കറി ആയിട്ടില്ല, സ്റ്റവിൽ തന്നെയാണ്. ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. വന്നിട്ട് ഇതുവരെ കുളിച്ചിട്ടില്ല. ഞാൻ വേറെ തൊലിച്ചന വന്നത്. പിന്നെ ഇനി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ഇന്ന് ഫോണൊക്കെ നോക്കി തോണ്ടി കിടന്നുറങ്ങാം. സോ ടാറ്റാ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. നമുക്ക് എന്ത് കാണാം. ഓക്കെ, ഞാൻ കുളിച്ചിട്ട് വന്നു. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാ. എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുളിച്ച് വന്നപ്പോഴത്തേക്കിന് ആദ്യം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ എല്ലാം കഴിക്കാൻ പോവാ. അതാണ് മെയിൻ ടാസ്ക്. വലിയ ദേഹമെല്ലാം നല്ല വേദന എടുക്കുക. ഇനി എങ്ങനെയെങ്കിലും ഇത് കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഫോൺ നോക്കിയിട്ട് കിടന്നുറങ്ങാം. നല്ല ഉറക്കം വരുന്നു. സോ ഞങ്ങൾ ഇനി കഴിക്കാൻ പോവാം. ഇവിടെ ചപ്പാത്തി ചിക്കൻ കറി നോക്കട്ടെ. ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഡി. അതേ പറഞ്ഞേ കൊള്ളാം. പക്ഷെ എന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ വലിയ സംഭവം എന്നെ കൊണ്ടു ഞാനും ഉണ്ടാക്കി. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ആദ്യക്കുട്ടൻ നല്ല ബ്യൂട്ടി കെയർ ചെയ്യുക. ബ്യൂട്ടി കെയർ ഒന്ന് ചെയ്യാം. മോഹമൊക്കെ ഇപ്പോൾ കുഴപ്പമില്ല. ഇടി റാഷസ് ഒക്കെ കുറഞ്ഞടി. അപ്പം നമുക്ക് വലിയ ഒന്ന് കുറച്ച് സെൽഫ് കെയർ ചെയ്യാം. ആൻഡിലോ സംക്രാന്തി വല്ലപ്പോഴൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതാണ് ആദ്യക്കുട്ടൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. ഞാനും കൂടി അതിലെ ഒന്ന് തേച്ച് നോക്കാം. ആദ്യക്കുട്ടനെ പോലെ സുന്ദരിയായാലോ. ഷോ നമ്മളെ കണ്ടിന്യൂസ് എന്തെങ്കിലും ചെയ്താലല്ലേ അതിനെന്തെങ്കിലും വരത്തുള്ളൂ. ഞങ്ങളങ്ങനെ കണ്ടിന്യൂസ് ഒന്നും ചെയ്യാറില്ല. വല്ലപ്പോഴും ഒരു മൂഡ് തോന്നുമ്പോൾ ഒന്നും ചെയ്യും, അത്രേ ഉള്ളൂ. അല്ല എപ്പോഴൊന്നും ഞങ്ങളൊന്നും അങ്ങനെ ഒന്നും ചെയ്യാറൊന്നുമില്ല. ഞങ്ങൾ വല്ല ക്ലാസ്സിന് മടിയ എല്ലാത്തിനും. നമ്മൾ മടിയന്മാരെ. പിന്നെ ഈ ബ്യൂട്ടി കെയർ ഒക്കെ ചെയ്ത് പറഞ്ഞാൽ വലിയ ചടങ്ങാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് കെയറിങ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് പറ്റത്തുള്ളൂ. ഈ മടിയന്മാരായിട്ട് ഞങ്ങളെ പോലത്തെ മടിയന്മാർക്ക് പറ്റിയ പണിയല്ല ഈ ബ്യൂട്ടി കെയർ ഒക്കെ പറഞ്ഞാൽ. സോ ഇതൊന്ന് ഇതാക്കി കൊടുക്കും. പിന്നെ ഞാൻ ഡെയിലി രാത്രിയിലെ വെളിച്ചെണ്ണ തേക്കും മുഖത്ത്. എൻ്റെ മുഖം ഭയങ്കര ഡ്രൈ സ്കിൻ. എൻ്റെ ഡ്രൈ മീൻസ് കൈൻഡ് ഓഫ് കോമ്പിനേഷൻ സ്കിന്നാണ് എൻ്റെ. അപ്പോൾ എനിക്കത് വെള്ളത്തിനെനിക്ക് പെട്ടെന്ന് എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മുഖത്ത് റാഷസ് എന്തെങ്കിലും അലർജീസ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് കാരണം ഡെയിലി രാത്രി എണ്ണ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കും. പിന്നെ എണ്ണ ഇല്ലെങ്കിൽ എൽസ് ഞാൻ എൻ്റെ സിറം അപ്ലൈ ചെയ്ത് മുഖത്ത്. എൻ്റെ എണ്ണ എല്ലാം തീർന്നു. ഇനിയല്ല ഇന്നിനി സിറമായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫേസെല്ലാം വാഷ് ആക്കിയിട്ട് ഫേസ് വാഷ് ചെയ്തു. പിന്നെ ഇങ്ങനെയല്ലേ മുടിയും കൂടി ഒന്നും കെട്ടണം. അതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ട് മുടിക്ക് എൻ്റെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എന്താ ചിരിക്കുന്നവിടെ. ഓക്കെ, ഫേസ് കഴുകി കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ കുറച്ച് മുടിക്കെല്ലാം എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് മുടിയെല്ലാം ഒന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പിലെല്ലാം മുടി ഒന്ന് ചീകി ഇതാക്കി കൊടുക്കണം. ചീകി എന്നെ പിന്നി കെട്ടിയിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ചെറുതായിട്ട് ലൈറ്റായിട്ട് ഞാൻ മുമ്പ് എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടില്ല, ഹെയർ കെയറിൻ്റെ വീഡിയോ ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതിൽ ഞാനില്ലേ പറഞ്ഞിരുന്നു
വൈ ഐ അപ്ലൈ ഓയിൽ. അപ്പം അങ്ങനെ ഞാനില്ലേ മുടി എണ്ണ തേച്ചു. ഇങ്ങനെ ചെറുതായിട്ട് മസാല ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മുടിയൊന്ന് കെട്ടിയെടുക്കാം. കെട്ടാം. ഓക്കെ, സോ മൈ ഹെയർ ഇസ് റെഡി ഹിയർ. നമുക്ക് കെട്ടാൻ മുടി. അങ്ങനെ എൻ്റെ മുടി ഓൾമോസ്റ്റ് കെട്ടിക്കഴിഞ്ഞു. ഞാൻ ലൂസായിട്ട് ബ്രെയ്ഡ് എടുത്ത് കെട്ടിക്കഴിഞ്ഞു. നമ്മുടെ മുടിയുടെ തുമ്പ് അടക്കി കെട്ടണം. കെട്ടിക്കഴിഞ്ഞു. രാത്രി ഉറങ്ങുമ്പോൾ നോ മീൻസ് നോ സ്ലൈഡ്സ്. ഓക്കെ, ഇനിയല്ലേ ഇനി മുഖത്തൊന്ന് ഞാൻ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഞാനല്ലേ എൻ്റെ ഓയിൽ തീർന്നു പോയി, ഫേസ് ഓയിൽ. സോ അത് വേണം ഞാൻ ഒന്ന് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. കാരണം അല്ലെങ്കിൽ എൻ്റെ ഫേസിൽ ഞാൻ പറഞ്ഞു ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. സിറം എടുത്തിട്ടുണ്ട്. ഞാൻ മാമാഅർത്തിൻ്റെ ഫേസ് സിറമാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് സിറമാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് മാമാഅർത്തിൻ്റെ പ്രൊഡക്ട്സാണ് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. കാരണം ഇറ്റ്സ് വെരി ഫ്രണ്ട്ലി ടു മൈ സ്കിൻ. പിന്നെ അതിൽ കെമിക്കൽ ഫ്രീ ആണ് കൂടുതൽ മാമാഅർത്തിൻ്റെ പ്രൊഡക്റ്റ്. അപ്പം മാമാഅർത്തിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഇസ് ഗുഡ്. പിന്നെ എനിക്കറിയത്തില്ല എത്ര കെമിക്കൽ ഫ്രീ ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ കോസ്മെറ്റിക്സും മാമാഅർത്തിൻ്റെ ആണ് മെജോറിറ്റി. പിന്നെ ചിലതൊക്കെ ഉള്ളൂ വേറെ ബ്രാൻഡ്സിൻ്റെ. എൻ്റെ ഫേസ് കെയർ കഴിഞ്ഞു. ഓക്കെ, നോൺ റീച്ച് സ്ലീപ്പ് ഗൈസ്. എനിക്ക് ഗൈസിനോട് ഒട്ടും ഇഷ്ടമല്ല. ബട്ട് നവഡേസ് ഐ ഡോണ്ട് നോ എപ്പോൾ തൊട്ട് ഈ വീഡിയോസ് എടുക്കാൻ തോന്നി അന്ന് തൊട്ട് തുടങ്ങിയത് ഈ ഗൈസ് വഴി. ഐ ഷുഡ് സ്റ്റോപ്പ് ഇറ്റ്. ഐ ഹേറ്റ് ദാറ്റ് വേർഡ് റിയലി. അപ്പം അങ്ങനെ ഞാൻ ഫേസ് സിറം തേച്ച് കഴിഞ്ഞു. ഞാൻ ഫേസ് പാക്കും തേച്ച് കഴിഞ്ഞു. ബ്യൂട്ടി കെയറും കഴിഞ്ഞു. ഹെയർ കെയറും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു എൻ്റെ. ഇനി ഞാൻ കിടന്നുറങ്ങാൻ പോകുന്നു. സോ ദിസ് ഇസ് മൈ ഡേ. ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഡെയിലി എൻ്റെ ചെയ്യാറുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ നോർമൽ റൂട്ടീൻസ്. സോ bye, take care, good night and have a great sleep. Bye.